നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഭക്തിയുടെയും മേളപ്പെരുക്കത്തിൻ്റെയും ആവേശക്കടലിലേക്ക് നമ്മുടെ സ്വന്തം തിരുവിളങ്ങാട് ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവിളങ്ങാട് ശ്രീ മഹാദേവൻ്റെ തിരുവുത്സവ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്സവ നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഗജവീരൻ അണിനിരക്കുന്ന ആനച്ചന്തമാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. തലപ്പൊക്കമുള്ള കരിവീരൻ നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവുമായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഏതൊരു മലയാളിയും ആവേശം കൊള്ളുന്നു. ഇനി അടുത്തതായി എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചെണ്ടമേളവും താലപ്പൊലിയുമാണ്. ഇത് നമ്മെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്നു. ഇവിടുത്തെ ചെണ്ടമേളം അതിൻ്റെ താളവും ലയവും ഒത്തുചേരുന്ന അസുരവാദത്തിൻ്റെ അകമ്പൊടിയോടുകൂടി മേളം പ്രമാണികൾ ചെണ്ടയിൽ കോലടിക്കുമ്പോൾ ഇലത്താളത്തിൻ്റെ നാദവും ചേരുമ്പോൾ അന്തരീക്ഷം ആകെ പൂരാവേശത്തിലാകും. ഓരോ ചെണ്ടയടിയും കാണികളുടെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറുന്നത്. ജാതിമതഭേദമന്യേ നാടും നഗരവും ഒന്നടങ്കം ഒഴുകിയെത്തുന്ന ഈ ജനസാഗരം തന്നെയാണ് തിരുവിളങ്ങാട് ശ്രീ മഹാദേവൻ്റെ ഉത്സവത്തിൻ്റെ യഥാർത്ഥ ഭംഗി. ഭക്തിയും ആഘോഷവും ഒത്തുചേരുന്ന ഈ മഹാവശ്യസുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? എല്ലാവരും ഉത്സവത്തിൻ്റെ ആവേശത്തിലാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അവരുടെ ഇഷ്ടത്തിന് നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാം. കുട്ടികളൊക്കെ നല്ല വൈബിലാണ്. ഇനി അടുത്തതായിട്ടുള്ള ചടങ്ങ് ആറാടിൻ്റെ തലേ ദിവസമാണ് പള്ളിവേട്ട നടക്കുന്നത്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം. ലോകത്തിലുള്ള സകല തിന്മകളെയും കാമക്രോധ ലോഭമോഹങ്ങളെയും വികാരങ്ങളെയും ഭഗവാൻ വേട്ടയാടി നിഗ്രഹിച്ചു എന്നതാണ് ഈ ചടങ്ങിൻ്റെ പ്രധാന അർത്ഥം. നാടിനും നാട്ടുകാർക്കും ദോഷം ചെയ്യുന്ന കാട്ടുപന്നിയുടെ രൂപത്തിലുള്ള അസുരനെ ഭഗവാൻ അമ്പെയ്ത് വീഴ്ത്തുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പള്ളിവേട്ടയ്ക്കായി ഭഗവാൻ എഴുന്നള്ളുമ്പോൾ സാധാരണ ഉത്സവങ്ങളിലെ പോലെ വലിയ ശബ്ദത്തിലുള്ള മേളങ്ങളോ ആർപ്പുവിളികളോ ഉണ്ടാവാറില്ല. മൃഗങ്ങൾ ഭയന്നു പോകാതിരിക്കാനാണ് തികച്ചും ശാന്തമായും നിശബ്ദമായ അന്തരീക്ഷത്തിലാണ് ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക്, അതായത് വേട്ടക്കളത്തിലേക്ക് എഴുന്നള്ളുന്നത്. ഇനി അടുത്തതായി അമ്പെയ്ത്ത് ചടങ്ങാണ്. വേട്ടക്കളത്തിൽ പ്രതീകാത്മകമായി വെച്ചിരിക്കുന്ന കാട്ടുപന്നിയുടെ രൂപത്തിലേക്ക് അതിനായി കുമ്പളങ്ങയോ തേങ്ങയോ ആണ് ഉപയോഗിക്കുക. ക്ഷേത്രതന്ത്രിയോ ശാന്തിയോ ഭഗവാന്റെ അമ്പും വില്ലും ഉപയോഗിച്ച് അമ്പെയ്യുന്നു. അമ്പ് കൊള്ളുന്നതോടുകൂടി തിന്മയെ നിഗ്രഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വേട്ട കഴിഞ്ഞ് തിന്മയെ ഒടുക്കിയ സന്തോഷത്തിൽ വലിയ മേളത്തോടുകൂടി വിജയാഘോഷത്തോടുകൂടിയും ഭഗവാൻ തിരികെ ക്ഷേത്രത്തിൽ എഴുന്നള്ളൂ എന്ന് പറയപ്പെടുന്നു. വേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി വരുന്ന ഭഗവാൻ പിറ്റേന്ന് രാവിലെ വരെ ക്ഷേത്ര മണ്ഡപത്തിൽ പള്ളിയുറക്കം കൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഭഗവാനെ വിളിച്ചുണർത്താൻ പ്രത്യേക പള്ളിയുണർത്തൽ ചടങ്ങുകളും ഉണ്ടാകും. ഭഗവാൻ ഉണർന്ന ശേഷം മാത്രമാണ് ഉത്സവത്തിൻ്റെ സമാപന ചടങ്ങായ ആറാട്ട് നടക്കുന്നത്. തിന്മയുടെ പ്രതീകങ്ങളെ ഒടുക്കി നാടിന് ഐശ്വര്യം പകരാൻ ഭഗവാൻ നടത്തുന്ന ഭക്തിസാന്ദ്രമായ പള്ളിവേട്ടയും അതിനുശേഷമുള്ള പള്ളി ഉറക്കവും ഈ ഉത്സവത്തിൻ്റെ സവിശേഷമായ ഒന്നാണ്.